പീപ്പിൾ ടി വി എക്സ്ക്ലൂസീവ്. ഫരീദാബാദിൽ ദളിതരെ ചുട്ടുകൊന്ന സംഭവത്തിൽ ഹരിയാന പോലീസിന് വീഴ്ച പറ്റിയെന്ന് കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ റിപ്പോർട്ട്. സുരക്ഷ നൽകുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ചകൾ പറ്റി. ദളിതർ സുരക്ഷിതരല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വീഴ്ച കാണിച്ച പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നും കമ്മീഷന്റെ നിർദ്ദേശം. ഈ മാസം 26 നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടി വിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ചേരുന്നു. മനു, എന്തൊക്കെയാണ് പട്ടികജാതി കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത്? അജിംഷാദ്, ഹരിയാനയിലെ ഫരീദാബാദിൽ സോൻപേട്ട് ഗ്രാമത്തിൽ 2 പിഞ്ച് കുട്ടികളെ അടക്കം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന സംഭവത്തിൽ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ PL പുനിയുടെ അധ്യക്ഷതയിലുള്ള സമിതി സ്ഥലം സന്ദർശിക്കുകയും വീട്ടുകാരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഹരിയാന പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ഒട്ടാകെ പോലീസിനെ കുറ്റപ്പെടുത്തുന്നതും പോലീസ് കനത്ത അലംഭാവം കാണിച്ചിരുന്നു എന്നതിൻ്റെയും വ്യക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ 2 പിഞ്ചു കുട്ടികളെ പെട്രോൾ ഒഴിച്ച് കൊല്ലുന്ന സമയത്ത് പോലും പോലീസുകാർ ഇതിന് സാക്ഷിയായിരുന്നു എന്നുകൂടിയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല 6 പോലീസുകാർ സ്ഥലത്ത് സന്നിഹിതരായിരുന്നു. ഇവരിൽ 4 പേർ ഇതിന് ഒരു സംഭവം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പായി സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷരായി. തുടർന്ന് 2 പേർ സ്ഥലത്തുണ്ടായിരുന്നു. എന്നിട്ടും ആ 2 പേർ ഈ സംഭവം കണ്ടില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നും കമ്മീഷൻ ചോദിക്കുന്നു. മാത്രമല്ല ഇതിനു മുമ്പും ഈ കുടുംബം ഇത്തരത്തിൽ കടുത്ത ആക്രമണങ്ങൾ നേരിട്ടു എന്ന് കാണിച്ച് ദളിത് കമ്മീഷൻ മുമ്പാകെ തന്നെ പരാതി ബോധിപ്പിച്ചിരുന്നു. ഈ പരാതി ബോധിപ്പിക്കുകയും ഇവർ ഇതിനു മുമ്പ് ഇതേ ജിതേന്ദറിന്റെ കുടുംബാംഗങ്ങൾ തന്നെ ഇതിനു മുമ്പായി ഈ സ്ഥലം വിട്ടുപോയിരുന്നതാണെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഈ സ്ഥലത്ത് നിന്ന് ഇവർ പലായനം ചെയ്തതിനെ തുടർന്ന് പട്ടികജാതി കമ്മീഷൻ തന്നെ നേരിട്ട് ഇടപെടുകയും ഡെപ്യൂട്ടി കമ്മീഷണർ മുമ്പാകെ വിളിച്ചു വരുത്തി എന്തുകൊണ്ടാണ് മേൽജാതിക്കാർ ഇത്തരത്തിൽ ഇവർക്കെതിരെ ആക്രമണം നടത്തുന്നതെന്ന് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ ഈ ഡെപ്യൂട്ടി കമ്മീഷണർ ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് പട്ടികജാതി കമ്മീഷൻ നേരിട്ട് കമ്മീഷണർ മുമ്പാകെ പരാതി ബോധിപ്പിക്കുന്നു, നിർദ്ദേശിക്കുന്നു. തുടർന്ന് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് 6 പോലീസുകാരെ സംരക്ഷണം നൽകിക്കൊണ്ട് ഇവരെ വീണ്ടും സോൻപേട്ട് ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ഇങ്ങനെ ഗ്രാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും ഈ ജിതേന്ദറിന്റെ കുടുംബത്തെ, ഈ മരിച്ചു 2 പിഞ്ചു കുട്ടികൾ അടക്കമുള്ള കുടുംബത്തെ തിരിച്ചു കൊണ്ടുവന്നത് പട്ടികജാതി കമ്മീഷന്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലമായിരുന്നു. ഇവർക്ക് ഉറപ്പ് നൽകുമെന്ന് സംരക്ഷണം നൽകുമെന്ന് പോലീസ് പട്ടികജാതി കമ്മീഷൻ ഉറപ്പ് നൽകിയിരുന്നതുമാണ്. അതിനാൽ തന്നെയാണ് 6 പോലീസുകാരെ വിനിയോഗിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിലൊരു ആക്രമണം നടക്കുകയും 2 പിഞ്ചു കുട്ടികളെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുകയും ചെയ്തത്. ഇതിൽ തന്നെ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇത്തരത്തിലുള്ള മുതിർന്ന ജാതിക്കാർ, പ്രത്യേകിച്ച് രജപുത്ത് വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന ജാതിക്കാരായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും എന്നും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല ഇത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സജീവമാണ്. പോലീസിന് വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ പോലും സർക്കാർ ചില സമയങ്ങളിൽ നൽകിയിട്ടില്ലെന്ന് പോലും സൂചിപ്പിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ ഒട്ടാകെ. മാത്രമല്ല വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാതെ പോലീസ് കമ്മീഷണറും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇത് എന്തുകൊണ്ടെന്നും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി മറുപടി നൽകുവാനും ആവശ്യപ്പെട്ട് ഈ മാസം 26-ാം തീയതി കമ്മീഷൻ മുമ്പാകെ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും അതായത് ഈ ദളിത് കുട്ടികളെ അടക്കം ചുട്ടുകൊന്ന വിഷയത്തിൽ കാണിച്ച ജാഗ്രത കുറവ്, അതായത് പോലീസിന്റെ ഭാഗത്ത് പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളെയാണ് പട്ടികജാതി കമ്മീഷൻ എടുത്തു കാണിക്കുന്നത്. ഇത് യാദൃശ്ചികമായി ഉണ്ടായ സംഭവമല്ല. അതിന് മുന്നൊരുക്കങ്ങൾ എന്നുള്ള നിലയിൽ കുറ്റവാളികൾ നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ചും അതിനുള്ള ഭീഷണിയെക്കുറിച്ചും ഒക്കെ അക്കമിട്ട് നിരത്തുന്നതെങ്കിൽ ഇത് ഗൗരവമായി കണ്ടതിലെ, പ്രത്യേകിച്ച് ഹരിയാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൊലപാതകികൾക്ക് അനുകൂലമായി എന്ന് തോന്നിപ്പിക്കാവുന്ന നിലപാടുകൾ പലതും എടുത്ത കൂടി സാഹചര്യത്തിൽ ഇത് പ്രസക്തമാവുകയല്ലേ ഈ റിപ്പോർട്ട്? ആ റിപ്പോർട്ടിന്റെ പകർപ്പ് നമുക്ക് ലഭിച്ച സ്ഥിതിക്ക് അതിനകത്ത് പറയുന്ന നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി. തീർച്ചയായും ജിംഷാദ്, റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നത് ഈ 2015 ജനുവരി മാസം 13-ാം തീയതി പട്ടികജാതി കമ്മീഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഒപ്പം കമ്മീഷണർ ഓഫ് പോലീസ് മുമ്പാകെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. തങ്ങൾക്ക് ഈ പട്ടികജാതി ബോർഡ് മുമ്പാകെ, കമ്മീഷൻ മുമ്പാകെ ഈ കുടുംബാംഗങ്ങൾ ജിതേന്ദറിന്റെ കൊല്ലപ്പെട്ട 2 പിഞ്ചു കുട്ടികളുടെ പിതാവായ 2 കൈകളും പൊള്ളിയ ജിതേന്ദർ അടക്കമുള്ള ദളിത് കുടുംബാംഗങ്ങൾ പട്ടികജാതി കമ്മീഷൻ മുമ്പാകെ എത്തുകയും പരാതി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. തങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ
മേൽജാതിക്കാർ, പ്രത്യേകിച്ച് പല സഹായങ്ങൾ, പല രാഷ്ട്രീയ പിന്തുണയുള്ള മേൽജാതിക്കാരുടെ ഈ ആക്രമണം തുടർക്കഥയാണ്. തങ്ങൾ അതിനാൽ ഇവിടെ ജീവിക്കുക എന്നത് അസാധ്യമായതിനാൽ തന്നെ തങ്ങൾ ഈ ഗ്രാമം വിട്ടു പോവുകയാണെന്ന് കാണിച്ചുകൊണ്ട് ഈ പട്ടികജാതി കമ്മീഷൻ മുമ്പാകെ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവർ ആ ഗ്രാമം, സുൻപേട് ഗ്രാമം വിട്ടുപോയി പലായനം ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക്, ഹരിയാന വിട്ടു പോകാൻ തന്നെ ഒരുങ്ങിയിരുന്നതാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. തുടർന്ന് പട്ടികജാതി കമ്മീഷൻ തന്നെ നേരിട്ടിടപെടുകയും കമ്മീഷണറെ വിളിച്ചു വരുത്തി സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കമ്മീഷണർ തന്നെ നേരിട്ട് ഈ ദളിത് കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ PL പുനിയയുടെ അധ്യക്ഷതയിൽ തന്നെ അദ്ദേഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു കമ്മീഷണർ ഈ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നത്. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബാംഗങ്ങൾ വീണ്ടും സുൻപേട്ട് ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുകയും അവിടെ താമസം വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇവർക്ക് സുരക്ഷയ്ക്കായി, ഗ്രാമത്തിൽ ഒട്ടാകെ സുരക്ഷയ്ക്കായാണ് ഇത്തരത്തിലൊരു 6 പോലീസുകാരെ സമയത്ത് വിന്യസിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ കൃത്യസമയത്ത് വളരെ കണക്ക് കൂട്ടിയുള്ള രീതിയിൽ ഈ പോലീസുകാർ കൃത്യസമയത്ത് അപ്രത്യക്ഷരായിരുന്നു. ഇതിനെതിരെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവം സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് റിപ്പോർട്ട് ഒട്ടാകെ ഉന്നയിക്കുന്നത്. മാത്രമല്ല പോലീസ് ഇതിന് ഒത്തുകളിക്കുകയായിരുന്നില്ല എന്ന രീതിയിലുള്ള സൂചനകളും ഈ റിപ്പോർട്ട് ഒട്ടാകെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയിരിക്കുന്നു. മാത്രമല്ല ഈ സംസ്ഥാനം ഒട്ടാകെ ദളിതർക്കെതിരെ ആക്രമണം തടയുന്നതിൽ പോലീസ് യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല. പട്ടികജാതി കമ്മീഷൻ തന്നെ പലവട്ടം ഇക്കാര്യം ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ഇതൊന്നും സ്വീകാര്യമല്ലാത്ത രീതിയിൽ വ്യക്തമായ മറുപടി നൽകുന്നതിനോ പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി ഇതുമായി ബന്ധപ്പെട്ടെത്തുന്നത്. അതായത് നമുക്ക് ലഭിച്ച പട്ടികജാതി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തടിതപ്പിൽ കൂടിയായി സർക്കാരിൻ്റെ ഈ പുതിയ നിലപാടുകളെ വ്യാഖ്യാനിക്കാമോ? കാരണം ഈ ഒരു ഘട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ പോലും തയ്യാറായത്. നേരത്തെ അന്വേഷണം പ്രഖ്യാപിച്ചു എങ്കിൽ പോലും അതുകൂടി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആ വാർത്ത കൂടി. തീർച്ചയായും അജിൻഷാദ്, അങ്ങനെ തന്നെ വേണം വിലയിരുത്തേണ്ടി വരിക. ഈ 2 പിഞ്ചുകുട്ടികളെ അടക്കം പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തിന് ശേഷമായിരുന്നു 14 വയസ്സുകാരനായ ബാലനെ അയൽവക്കത്തെ മേൽജാതിക്കാരൻ്റെ പ്രാവ് മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പോലീസുകാർ പിടികൂടിയത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ് ഈ ബാലനെ പിടികൂടിയത്. തുടർന്ന് വ്യാഴാഴ്ച രാവിലെയോടുകൂടി ബാലന്റെ മൃതശരീരം പോലീസ് സ്റ്റേഷന് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ തന്നെ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. ഈ കുട്ടിയുടെ മാതാപിതാക്കളോടക്കം കൈക്കൂലി ചോദിച്ചിരുന്നു പോലീസുകാരെന്ന് വീട്ടുകാർ തന്നെ വ്യക്തമാക്കി. എന്നാൽ ഈ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ആയി പോലീസ് അധികൃതർ പോലും തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഹരിയാന സാക്ഷ്യം വഹിച്ചിരുന്നു. റോഡടക്കം ഉപരോധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കടുത്ത പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നിരുന്നു. CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ കനത്ത ശബ്ദം ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി രൂപീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ സ്ഥലം സന്ദർശിക്കും. തുടർന്ന് ഈ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കുടുംബാംഗങ്ങളുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ കണ്ടെത്തൽ ഉണ്ടാകുമെന്നാണ് പോലീസ് അധികൃതർ നൽകുന്ന സൂചന. മനോജ് ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ഫരീദാബാദിൽ ദളിതരെ ചുട്ടുകൊന്ന സംഭവത്തിൽ ഹരിയാന പോലീസിന് വീഴ്ച പറ്റിയെന്നും തുടരെ ഉണ്ടായ വാണിംഗുകളെയും മറ്റ് നിർദ്ദേശങ്ങളെയും ഒക്കെ പോലീസ് അവഗണിച്ചു എന്നും ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്നും പട്ടികജാതി കമ്മീഷന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ പകർപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള വാർത്തയാണ്, പകർപ്പ് നൽകിക്കൊണ്ടുള്ള വാർത്തയാണ് ഞങ്ങളുടെ പ്രതിനിധി മനോജ് ശങ്കരൻ നൽകിയത്.